ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് ലക്ഷ്മി കൃഷ്ണ ആൻഡ് യു വാച്ചിങ് നാടൻ അടുക്കള. നാടൻ അടുക്കളയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ഫിഷ് കറി കഴിച്ച് മടുത്തിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണിത്. തയ്യാറാക്കാനും എളുപ്പമാണ്, ടേസ്റ്റിലും വളരെ വ്യത്യാസമാണ്. നമ്മുടെ സാധാരണ മീൻ കറിയിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു കറി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മീനെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് തിരുമ്മി വയ്ക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാൽ മതി, മുളക് പൊടിയുടെ എണ്ണ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ ഫിഷ് കറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നതും ടേസ്റ്റും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി മീനൊന്നൊരല്പ സമയത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു 4 തക്കാളി നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ റഫായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ടോപ്പിലുള്ള ആ ഞെട്ട് ഭാഗമൊന്നും എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് മസാലയിലേക്കുള്ള പേസ്റ്റ്. അപ്പോൾ ഈ തക്കാളിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം വെളുത്തുള്ളിയും കൂടെ ഇതിനോടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ ഒരു കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 4 തക്കാളിയും വെളുത്തുള്ളി കഷ്ണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്കി, ഞാനൊരു കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലൊരു പേസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയിനൊരു തിക്നെസ് കൊടുക്കുന്ന പേസ്റ്റ്. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാടൻ മീൻ കറിയല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള കറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കടുകെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. കടുകെണ്ണ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ വാങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലേവറൊന്നും ഇല്ലാത്ത ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കടുകെണ്ണ തന്നെ യൂസ് ചെയ്യുന്നു. ഈ കടുകെണ്ണ പാനിൻ്റെ ബോട്ടം ഫുള്ളാ കവറായി നിൽക്കുന്ന പോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂണോളം കടുകെണ്ണയുണ്ട്. കടുകെണ്ണ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പുക വരുന്നത് വരെ നമ്മളിതിനെ ഒന്ന് ചൂടാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ കടുകെണ്ണയുടെ ഒരു വ്യത്യസ്തമായ ഫ്ലേവർ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഈ പുകഞ്ഞതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിടുക. ആ പുകയൊക്കെ ഒന്ന് മാറി ഓയിലിൻ്റെ ഹീറ്റൊക്കെ അല്പം ഒന്ന് കുറയുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് എണ്ണ പുക വരുന്നത് വരെ ചൂടാക്കുക. അതിനുശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഈ എണ്ണേൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരണം. 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എണ്ണ കടുകെണ്ണ ചൂടാക്കേണ്ടത് മറക്കണ്ട, ഇല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് വരും. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പം നമ്മൾ കടുകെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ആ കടുകെണ്ണയുടെ അരുചി മാറിക്കിട്ടും കേട്ടോ. അപ്പം നോക്കി, നമ്മുടെ ഫിഷ് പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കുക്കിങ്ങും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് പീസസ് എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു താളിപ്പ് കൂടെ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ കൂടുതൽ യൂസ് ചെയ്യുക ജീരകമാണ്. അപ്പോൾ 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ബേ ലീഫ്, അത് 2ആയിട്ട് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ബ്ലാക്ക് കാർഡമം എന്ന് പറയില്ലേ, വലിയ കറുത്ത ഏലക്കായ. ഇത് നമ്മുടെ സാധാരണ ഏലക്കായയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണമുള്ള ഒരു ഏലക്കായയാണ്. അതൊന്ന് കൈകൊണ്ട് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണയിൽ കിടന്ന് ചൂടാകുമ്പോൾ അത് പൊട്ടിത്തെറിക്കും കേട്ടോ. ഏലക്കായ ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറീന് നല്ലൊരു മണം ഉണ്ടാവുക. വ്യത്യസ്തമായിട്ടൊരു മണമാണ് ഈ ബ്ലാക്ക് കാർഡമത്തിനുള്ളത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൊണ്ട് നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴണ്ട് വരാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നോക്കി, നമ്മുടെ സവാള കളറൊക്കെ മാറി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നോക്കി സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ കറിയിൽ എരിവിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ വെളുത്തുള്ളി പേസ്റ്റ് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ നമ്മുടെ തക്കാളി വെളുത്തുള്ളി പേസ്റ്റും ഈ മസാലകളും എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണ തെളിയുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഒരല്പം കുറച്ചിട്ട് നമുക്ക് മൂടി വെച്ച് എണ്ണ തെളിയുന്നവരൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നോക്കിയേ നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തീ വന്നൊരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണയൊന്ന് തെളിയുന്നവരെ വേവിക്കാം. ഇതേ നോക്കി ഇപ്പം നമ്മുടെ മസാലയൊക്കെ വെന്ത് പച്ചമണമൊക്കെ മാറിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളതിനെ വഴറ്റിയെടുക്കേണ്ടത്. അപ്പം നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ചിരുന്നാൽ മാത്രം മതി. കാരണം ഈ ടൊമാറ്റോയിലുള്ള ജലാംശവും നമ്മളൊരല്പം മിക്സി ജാർ കഴുകിയ വെള്ളമൊക്കെ ചേർത്തിരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അടിക്ക് പിടിക്കത്തൊന്നുമില്ല. ഇടയ്ക്ക് 1-2 തവണ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന്, ഇതിപ്പോൾ ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉള്ളൊരു കറിയാണ്, അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫിഷ് പീസസിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വറുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ കസൂരി മേത്തിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു നോർത്ത് ഇന്ത്യൻ കറീൻ്റെ ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഫിഷ് പീസസും ഇതുപോലെ തന്നെ നമുക്ക് ഈ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ പീസസിലൊക്കെ ഈ ഗ്രേവി ഒന്ന് പിടിച്ചിരിക്കുന്നത് പോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് മൂടി വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഷ് പീസസിലൊക്കെ മസാല പിടിച്ചിരിക്കുന്നത് പോലെ ആയതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം വന്നിട്ട് ലോ ടു മീഡിയത്തിലോട്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ചെറിയ തീയിൽ നിന്ന് വേവണം കേട്ടോ. ഇപ്പോൾ നോക്കി നമ്മുടെ മസാല ഫിഷ് കറി തയ്യാറായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു കറി. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയും ആവശ്യത്തിന് കുറുകി മീൻ കഷ്ണങ്ങളിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അവസാനം നമുക്കൊരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ഫിഷ് മസാല കറി ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വ്യത്യസ്തമായ രുചിയിലുള്ള നല്ലൊരു ഫിഷ് മസാലയാണിത്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള നമ്മുടെ സാധാരണ കറികളിൽ നിന്ന് വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ഫിഷ് കറിയാണിത്. അപ്പോൾ ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എപ്പോഴും പറയുന്ന പോലെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും ഇതുപോലുള്ള ഈസി ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.